Thank you.
സ്നേഹത്തിന്റെ മുമ്പിലായിരുന്നു. പ്രാർത്ഥിക്കട്ടെ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത തിരിച്ചറിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ കൂടാരം വിട്ട് പുറത്തിറങ്ങി സാഷ്ടാംഗം പ്രണമിച്ചവിടത്തെ ആരാധിച്ചു. ഇതാ ജീവിക്കുന്ന ദൈവം, ഇതാ ജീവിക്കുന്ന തമ്പുരാൻ ഈ അത്താഴെ നമ്മോടൊപ്പമുണ്ട്. ഒപ്പമായിരിക്കുവാൻ അപ്പമായി മാറിയവൻ, ഇതാ സ്നേഹം തന്നെയായ തമ്പുരാൻ ദിവ്യകാരുണ്യമായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു. ഈശോ ഇതാ ഈ അത്താഴയിൽ ദൈവം നമ്മോടൊപ്പമാണ് എന്ന് വെളിപ്പെടുത്തി ഒരു പുതിയ എമ്മാനുവേൽ അനുഭവം പ്രദാനം ചെയ്യും. ആ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ, ആ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഇപ്പോൾ ആയിരിക്കും. അവൻ വചനത്തിൽ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യ ചിന്തകൾ ഉപേക്ഷിക്കാം. ആരോടെങ്കിലും വെറുപ്പ്, വൈരാഗ്യ ചിന്തകളുണ്ടെങ്കിൽ തമ്പുരാൻ കുരിശിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കട്ടെ. പിതാവേ, ഇവർ ചെയ്യുന്നത് നിങ്ങൾ അറിയായിക, ഇവരോട് ക്ഷമിക്കണം. കണ്ണുകളെ അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമാ കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ നിന്റെ തമ്പുരാന്റെ മുമ്പിൽ, കാൽവരിയിൽ നിനക്ക് വേണ്ടി രക്തം ചിന്തിയ തമ്പുരാന്റെ മുമ്പിൽ നിനക്കാരോടെങ്കിലും വെറുപ്പുണ്ട്? നിന്റെ അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, അമ്മായിയമ്മയോട്, മരുമകളോട്, നാത്തൂനോട്, സഹോദരങ്ങളോട്, മക്കളോട് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കും. ജീവിത പങ്കാളിയോട് വെറുപ്പുള്ള വ്യക്തികൾ ഇവിടെ ഇപ്പോൾ ഈ അൽത്താരയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. തമ്പുരാൻ പറയാം, ജീവിത പങ്കാളി പറഞ്ഞ കാര്യത്തെ ഓർത്ത് വെറുക്കുന്ന വ്യക്തികൾ ഇവിടെ ഇപ്പോൾ ഈ അൽത്താരയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. തമ്പുരാൻ പറയുന്നു, മക്കളെ ക്ഷമിക്കുന്നേ. മറക്കാൻ കഴിയാത്ത മുറിവുകൾ നിനക്ക് നൽകിയവരുണ്ട്, നിന്നെ പാപത്തിലേക്ക് നയിച്ചവരുണ്ട്, പാപബന്ധനങ്ങളിൽ തള്ളിയിട്ടവരുണ്ട്, നിന്റെ ജീവിതത്തെ തകർത്തവരുണ്ട്, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവരുണ്ട്, ചെയ്യാത്ത കുറ്റം നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചവരുണ്ട്, നിന്റെ കുടുംബത്തെ തകർത്തവരുണ്ട്. അവരും ക്ഷമിക്കുന്നു. ഈശോ പറയുന്നു, മകനെ, മകളെ, നീ ക്ഷമിക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. മറക്കാൻ കഴിയാത്ത മുറിവുകൾ അപ്പനെ പോലെ കണ്ടവർ വേദനിപ്പിച്ചു. ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചവർ ചതിച്ചു. വിശ്വാസ വഞ്ചന നടത്തി. എന്നോട് എന്നാലും അവൾ ചെയ്തല്ലോ, ഞാൻ എന്ത് തന്നെ ചെയ്തിട്ടാ അവൻ എന്നോട് ചെയ്തത്? പരാതിയുടെ പരിഭവങ്ങളുടെ കഥ. കിഴക്കുതിച്ച സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന്
ഞാൻ ചത്താൽ പോലും അവൻ എന്റെ പ്രേതം പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ അമ്മ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ഈശോ പറയുന്നു, നീ ക്ഷമിക്കും. അമ്മയെ ചവിട്ടിയ മകൻ ഇവിടെ നിൽപ്പുണ്ട്. സത്യാവസ്ഥ എന്തെന്ന്